guys, welcome to Ish Talks by Mingling Move. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മൂവി റിവ്യൂ ആയിട്ടാണ്. So, these are the movies I have watched ഈ മന്ത് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഓരോന്നിൻ്റെ റിവ്യൂ ഞാൻ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് മൂവി ആട് 3 ആണ്. ആട് 3 പേഴ്സണലി എനിക്കങ്ങ് വർക്കായില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ആ നല്ലൊരു എൻ്റർടൈനറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവർക്കും കൊടുക്കുന്ന ഇൻട്രോ, ഇപ്പോൾ സാത്ത സേവിയർ ആണെങ്കിലും ഷാജി പാപ്പനാണെങ്കിലും അവരൊക്കെ ഇൻട്രോ കൊടുക്കുന്നില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ മൂവി വൈസ് എനിക്കത്ര വർക്കായില്ല. എനിക്ക് ഭയങ്കര ലാഗ് ഫീൽ ചെയ്തായിരുന്നു. നല്ല ലോങ് മൂവിയാണ്. എന്നാൽ പ്ലോട്ടാണെങ്കിൽ ഒരു ഇച്ചിരിയുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും സെക്കൻഡ് പാർട്ടിലേക്ക് പോയി. അപ്പോൾ ആട് 3 പാർട്ട് 2 എന്ന ഒരു സംഭവത്തിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കത്ര പറ്റിയില്ല. പിന്നെ ഭയങ്കര ലോങ് മൂവി, കുറച്ച് തന്നെ എന്താ തീരാത്തേന്നുള്ളൊരു മൈൻഡൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 5 ഒരു 3 സ്റ്റാർ കൊടുക്കുന്നു. അത്ര എനിക്ക് വർക്കായുള്ളൂ മൂവി. പിന്നെ ഉള്ളത് വാഴ 2. ഒന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞപ്പോൾ നല്ലൊരു മൂവി, നല്ല മൂവിയായിരുന്നു, നല്ല സിനിമ. എനിക്ക് പേഴ്സണലി വാഴ 1 ഇഷ്ടപ്പെട്ടു മൂവി. ആൻഡ് ഹാഷറിൻ്റെയും ചുമ്മാ സീനാക്കി അവർ തൂക്കിയെന്ന് തന്നെ പറയാം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലോട്ട് വൈസ് ആണെങ്കിലും ഒരു നാച്ചുറൽ ഫ്ലോ ആണ് മൂവിക്കുള്ളത്. ശരിക്കും ഭയങ്കര ഡ്രാമ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊന്നുമില്ല, നാച്ചുറലി എന്താ സംഭവിക്കുക ആ രീതിയിലൊരു ഫ്ലോയിലാണ് മൂവി എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് നൈസ്. ഞാൻ 5 ഔട്ട് ഓഫ് 5 കൊടുക്കും, 5 സ്റ്റാർ. അടിപൊളി മൂവി. പിന്നെ ഞാൻ കണ്ട മൂവിയാണ് യൂത്ത് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അത്ര അങ്ങ് വർക്കായില്ല. ബിക്കോസ് മൂവിയൊക്കെ ഇറ്റ്സ് എ ഗുഡ് മൂവി, പക്ഷേ ഗുഡ് മൂവി എന്ന് പറയാനുമില്ല. പക്ഷെ ഇറ്റ്സ് വെരി കോമൺ. ഞാൻ പറയാം, ഇപ്പോൾ ഞാനിങ്ങനെ നമ്മൾ OTT-ലൊക്കെ കുറേ തമിഴ് മൂവീസൊക്കെ ഇങ്ങനെ റൊമാൻറ്റിക് തമിഴ് മൂവീസ് അല്ലെങ്കിൽ കമ്മിങ് ഓഫ് ഏജ് മൂവീസ്, ഒരു സ്കൂൾ കാലഘട്ടം, ആ ഒരു സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ പ്ലോട്ട് എല്ലാം നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ്, എല്ലാം ഒരേപോലത്തെ ഫ്ലോ. ഏതെങ്കിലും ഗേൾ ഉണ്ടാവും, ആ ഗേൾ പോയി അടുത്ത ഗേൾ വരും, അതിപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമാവണം, പഠിക്കാത്ത നന്നായിരിക്കും, അവസാനം പഠിച്ച് വലിയ സെറ്റപ്പ് ആവും. അങ്ങനെ ഭയങ്കര കോമൺ സാധനങ്ങൾ, നത്തിങ് ന്യൂ. അപ്പം ഞാൻ എന്തായാലും ഒരു OTT വാച്ചേ ഉള്ളൂ, അല്ലാതെ തിയേറ്ററിൽ പോയി കാണേണ്ട അത്രയും പടമൊന്നുമില്ല. ആൻഡ് ഇതിനും ഞാനൊരു 3 സ്റ്റാർ കൊടുക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല, എല്ലാം സെയിം പ്ലോട്ട്, എനിക്ക് നത്തിങ് ന്യൂ. പിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട മൂവി ഇറ്റ്സ് പ്രോജക്റ്റ് ഹെയിൽ മേരി സെറ്റപ്പ് സാധനം, അടിപൊളി, കൊള്ളാം, നല്ല മൂവിയായിരുന്നു. യൂഷ്വലി സ്പേസ് റിലേറ്റഡ് മൂവീസൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും, എർത്തിന് എന്തെങ്കിലും പറ്റാൻ പോവുക, അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടി സ്പേസിൽ പോകുന്നു, ആ ഒരു സെറ്റപ്പല്ലേ. ഇവിടെയും ആ ഒരു സെറ്റപ്പാണ്, ബട്ട് വിത്ത് ലിറ്റിൽ മോർ ട്വിസ്റ്റ്. കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ദ റീസൺ ഹീസ് ബീൻ സെൻഡ് ടു സ്പേസ് ഓർ ഹൗ ഹീസ് ബീൻ സെൻഡ് ടു സ്പേസ് അതൊക്കെ ഡിഫറെൻ്റാ. പിന്നെ ആ ഒരു ബോണ്ട്, ഇപ്പോൾ ET ആയിട്ടുള്ള അവൻ്റെ ബോണ്ട്, പിന്നെ ആ ഒരു സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റും ആ പോക്കും, പിന്നെ വിഷ്വൽ സൗണ്ട് എഫക്ട്സ് ഒക്കെ സെറ്റപ്പ് ഐമാക്സിൽ തന്നെ പോയി കാണാൻ നോക്കുക, അല്ലെങ്കിൽ സ്ക്രീനെക്സ് ആണെങ്കിൽ സ്ക്രീനെക്സ് പോക്കോ, അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ്. സോ ഇത് ഒരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണെന്ന് ഞാൻ പറയും. സോ പ്രോജക്റ്റ് ഹെയിൽ മേരിക്ക് ഞാൻ 5 ഔട്ട് ഓഫ് 5 കൊടുക്കുന്നു. ആൻഡ് ഈ 4 മൂവീസാണ് ഞാൻ കണ്ടത്. ഇനി മൂവീസ് കാണും, ഇതെല്ലാം ഞാൻ ഇങ്ങനെ മെർജ് ചെയ്ത് ഒരു റിവ്യൂ ആക്കി ഇടാം. കാരണം എല്ലാം കൂടി ഓരോ പ്രാവശ്യം റിവ്യൂ ആക്കി ഇട്ടാൽ ശരി, ഐ ഡോണ്ട് നോ. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടിങ് എല്ലാം ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.